കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. കളഭാലങ്കാരത്തിൽ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ ആ കെടാവിളക്കും കാണാം. അതേപോലെ വലത്തേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകം നിറച്ച് പ്രകാശം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്, കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ഒരു അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുകളിൽ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴൽ ഇങ്ങനെ മാറത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളിക്കാൻ തുടങ്ങുക വേണ്ടു. വിളിക്കാൻ തുടങ്ങണതിൻ്റെ മുന്നേ ഇങ്ങനെ മാറത്ത് വെച്ച പോലെയാണ് വെച്ചിട്ട് നോക്കുക. ഇനിയിപ്പോൾ ആരൊക്കെ എന്നെ നോക്കണേ, ആരൊക്കെയാണ് ഏത് രാഗത്തിലാണെന്നിപ്പോൾ പാടേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ അകത്ത് കാണുന്നത്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഖത്ത് നല്ല പുഞ്ചിരി. ഇതൊക്കെ ആണെങ്കിലും എന്ത് രാഗത്തിൽ പാടിയാലും നിങ്ങളെയൊക്കെ മയക്കാൻ എനിക്കാവുമെന്നാണ് പറയണത്. ആ ഒരു നിങ്ങൾ എത്ര സങ്കടമുണ്ടോ, എത്ര സന്തോഷമുണ്ടോ, അതൊക്കെ എൻ്റെ ഈ പുഞ്ചിരിയിൽ അങ്ങോട്ട് അലിഞ്ഞു തീരും എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു കാഴ്ച. തിരുമുഖത്ത് ഒരു ഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാലകൾ 3 തിരുമുടിമാല ഉണ്ട്. എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് തുളസിയായിട്ടുള്ളൊന്ന്, പിന്നെ തെച്ചിപ്പൂവ് മാത്രമായിട്ട്, പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ട്. ഉണ്ടമാല ഒരെണ്ണമാണ്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ നല്ല കട്ടിയിൽ ആദ്യം കുറേ തുളസിയുണ്ട്, പിന്നെ കുറച്ച് വെളുത്ത പൂവ്, പിന്നെ താമര, അങ്ങനെ അതേപോലെ തന്നെ ഇട്ട് നല്ല തിക്കായിട്ട് നല്ല കട്ടിയുണ്ട്. ഉണ്ണി ചെറുതാണ്, അതേപോലെ തന്നെ നല്ല കട്ടിയുള്ള മാല. ആ ഒരു കാഴ്ച. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട തുളസിയുടെയും പിന്നെ താമരയുടെയൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ആ സോപാനപ്പടിയിലാണ്. നമ്മളെല്ലാവരും കാണുകയാണ് ഗുരുവായൂരപ്പനെ. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോളിലുള്ള ബലിക്കല്ലും അതേപോലെ ഗുരുവായൂരപ്പൻ്റെ തിടപ്പള്ളി, രാവിലെ ഗണപതി ഹോമം, അതേപോലെ ഭഗവാന്റെ നേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന വളരെ പ്രാധാന്യം അറിയിക്കുന്ന തിടപ്പള്ളി കാണാം. അത് കഴിഞ്ഞ് അങ്ങനെ ചുവരിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ആലിലക്കണ്ണനെ കാണാം. പിന്നെ ഗ്രില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്, ഗണേശനെ കാണാൻ. അപ്പോൾ ഗണേശനെ കാണുമ്പോൾ എന്താ വെച്ചാൽ മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്, നല്ല ചന്ദന ചാർത്തായിട്ടുണ്ട്. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ നിറയെ മാലകളുണ്ട്, പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്, നിറയെ മാലകളുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ
അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് എത്തുമ്പോൾ നിറയെ മാലകളുണ്ട്. തുളസി മാലകളൊക്കെ മേലെ ചാർത്തിയിട്ടുണ്ട്. താമരപ്പൂവിൻ്റെ ഇതളുകളുള്ള മാലകളുണ്ട്. അത് കഴിഞ്ഞ് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് പിന്നീട് ശ്രീകോവിലിൻ്റെ പുറകുവശത്തേക്ക് വരിക. അവിടെ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും അതുപോലെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ നിന്ന് കുറച്ച് കുങ്കുമൊക്കെ ഉണ്ട്, അതേപോലെ വെറ്റിലമാല ഉണ്ട്, തുളസിമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞവാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദൻ രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ടു തൊഴാം. ഇപ്പോൾ വെയിലത്ത് നല്ല തിളക്ക, നല്ല കഠിനമായ വെയിൽ, അതിൻ്റെ അങ്ങനെ പ്രകാശം ഇങ്ങനെ കാണുന്നു. നോക്കാൻ തന്നെ വയ്യാത്ത അവസ്ഥ, എന്നാൽ തന്നെ നോക്കാം. അത് കഴിഞ്ഞാൽ മണിക്കിണർ കണ്ടു തൊഴാം. ഭഗവാന്റെ നൃത്താറിയും കിടാവിളക്കൊക്കെ കണ്ടു തൊഴുത് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ കുറൂരമ്മയും മേൽപ്പത്തൂരും നാരദരെയൊക്കെ കണ്ടു തൊഴാം. അതേപോലെ വസുദേവരെയും കണ്ടു തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ എത്തിയിട്ട് ചന്ദനവും തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞ് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് എത്തുമ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ ഗോളകയാണ്, അതേപോലെ ചുവന്ന പട്ടാണ് ഉടുപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ശിവേലി വിഗ്രഹത്തിലും മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മളെ മനസ്സ് മമ്മിയൂരും പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ കാല് പിണച്ച് വെച്ച് മാറോട് ചേർത്ത് ആ ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് നേരെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അങ്ങനെ അയ്യപ്പൻ്റെ അവിടേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെയും കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്, നല്ല നെക്ലസ് മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, കാതിൽ കടുക്കൻ ചാർത്തിയിട്ടുണ്ട്, പാവ കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം മാലകളുണ്ട്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലെത്തിയ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നേരെ നാരായണാലയത്തിലേക്ക് കയറുമ്പോൾ ഇടത് വശത്തുള്ള ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നെ നേരെ തെക്കേ നടയിലെത്തിയിട്ട് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.